ഹലോ ട്രേഡേഴ്സ്, സെറാമാക്സ് ട്രേഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. അതെ, ഇത് നിങ്ങളുടെ എപ്പിസോഡ് നമ്പർ 6 ആണ്. ഈ ഒരു വീഡിയോയുടെ കാരണം എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾ കൃത്യമായി പഠിക്കാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറാമാക്സ് ട്രേഡിംഗ് അക്കാഡമിയുടെ ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭീമാകരനായ വലിയൊരു ടോപ്പിക്കിനെ നമ്മൾ ചെറിയൊരു കഥ പോലെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു കാര്യമാക്കി മാറ്റാൻ പോവുകയാണ്. സോ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോടെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി എന്ന കോൺസെപ്റ്റിനെ എന്ത് ചെയ്യുക, ഇൻട്രൊഫേസ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ആദ്യം ഞാൻ ഒരു നമ്പർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് നമ്പേഴ്സ്. ഇൻ ട്രേഡിംഗ് ഫീൽഡിൽ 10% ആളുകളെ വിജയിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 90% ആളുകളും ലോസായി കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തായി? കാരണം ഈ 90% ആൾക്കാർക്കും ലിക്വിഡിറ്റി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ അവർക്കറിയില്ല. അവർ 2 ട്രേഡ് എടുക്കുന്നു, ആ 2 ട്രേഡിൽ SL വരുന്നു, ആ SL വരുമ്പോൾ അവർക്ക് എത്തുന്നു ട്രേഡിങ് സ്കാമാണ് എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ കൃത്യമായി പഠിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റാണ്. സോ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. സോ എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത് ഇനി കൂടുതൽ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ നേരെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. Liquidity refers to areas in the market where the stop orders and pending orders are located. എന്തൊക്കെ പറയണത്, ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം. ലിക്വിഡിറ്റി എന്ന് പറയണത് അത് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അത്രമേ ഉള്ളൂ. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പെൻഡിങ് ആയി കിടക്കുന്ന ഓർഡേഴ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പെൻഡിങ് ഓർഡേഴ്സിന് മാർക്കറ്റ് എടുക്കാൻ വരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കാൻ വരുന്നത്? അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് അവിടെ കടന്നോട്ടെ, അതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് പറയുന്നവരോട് ഞാൻ പറഞ്ഞു തരാം. ദ ഫണ്ടമെൻ്റൽ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ദ ഫണ്ടമെൻ്റൽ ഓഫ് ട്രേഡിംഗ് ഫീൽഡ് ഈസ് ഒരു ബൈ ഈസ് ഈക്വൽ ടു 1 സെൽ എന്ന് പറയുന്നതാണ്. എങ്ങനെ? ഒരു ബൈ ഈസ് ഈക്വൽ ടു 1 സെൽ എന്ന് പറയുന്നതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ നമ്മൾ ഒരു ബൈ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് ബൈ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് ഒരു സെല്ലറിനും ആവശ്യമാണ്. അതാണ് അവിടെ പറയുന്നത്. ഒരു ബൈ വിച്ച് ഈസ് ഈക്വൽ ടു ഒരു സെല്ല്. ഒരു ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് അപ്പുറത്തിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യണം? ഒരാൾ സെല്ല് ചെയ്യണം. എന്നാലേ നമ്മൾക്ക് ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഒരു റീജിയണലി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 1 കോടി ബൈ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്? 1 കോടി സെല്ലേഴ്സിന് ആവശ്യമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അവിടെ 1 കോടി സെല്ലേഴ്സ് ഇല്ലെങ്കിലോ? അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അവർ 1 കോടി സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് നമ്മളൊക്കെ ട്രാപ്പ് ആവണത്. ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരാം. ഇതെല്ലാം നിങ്ങൾ ട്രേഡ് ചെയ്ത എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് എടുക്കുന്ന ട്രേഡേഴ്സിനെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇവിടെ പറഞ്ഞു തരാം. വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് വന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു ലോനെ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുന്നു. എന്ത് ചെയ്യുന്നു? TP നമ്മൾ മുകളിലത്തെ ഒരു ഹൈനെ TP ആക്കി കണക്കാക്കുന്നു. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സെറ്റപ്പാണ്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ഒന്ന് കുറച്ച് മുകളിലോട്ടേക്ക് പോകുന്നു, പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് പോരുന്നു. നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഉടനെ, നമ്മൾക്ക് നഷ്ടം വന്ന ഉടനെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് തന്നെ പോകുന്നു. അപ്പോൾ എന്ത് പറയുന്നു?
ഇത് ലിക്വിഡിറ്റി അറിയാത്ത ഒരാൾ ഇത് കാണുമ്പോൾ എന്താ തോന്നുക? ഓ, മാർക്കറ്റ് ഫുൾ സ്കാം ആണ്, ഇതിൽ നമ്മളുടെ പൈസ പോവുകയേ ചെയ്യുള്ളൂ, ഇതിൽ നിന്നും ഇങ്ങോട്ടേക്ക് പൈസ ലഭിക്കുകയില്ല. സിമ്പിളാണ്, ഇങ്ങോട്ടേക്ക് പൈസ ലഭിക്കും. എന്ത് അറിയണം? ലിക്വിഡിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ്, ആദ്യം ഞാൻ പറയാം, എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഞാൻ പറയട്ടെ. ഞാനൊരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ എലമെൻ്റ് എന്നാ മനസ്സിലായോ? അതായത് ഒരു ബൈ ചെയ്യുമ്പോൾ ഒരു സെല്ലറെ അവിടെ വേണം, എന്നാലേ ഒരു ബൈ ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ ഈ കഥയിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയേണ്ട ഒരു സംഭവമാണ്, ഒരു ബയ്യർ സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കുന്നത് സെൽ ഓർഡർ ആയിട്ടാണ് കിടക്കുക. ഇവിടെ ബൈ പ്ലേസ് ചെയ്യുമ്പോൾ ഓൻ്റെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത് എന്തായിക്കാരം? സെല്ല് ഓർഡേഴ്സ് ആയിക്കാരം കിടക്കുക. അതേപോലെ ഒരു ഇവിടുന്ന് മാർക്കറ്റിനെ താഴോട്ടേക്ക് പോകാനുണ്ട് കരുതിങ്ങാണ്ട് സെല്ല് ചെയ്യുന്നു. ആ സെല്ലറിൻ്റെ സ്റ്റോപ്പ് ലോസ് മുകളിലായിക്കാരല്ലോ. ആ മുകളിൽ കടന്ന സ്റ്റോപ്പ് ലോസ് എന്ത് ഓർഡർ ആയിക്കാരം? ബൈ ഓർഡർ ആയിട്ടേക്കാരം കിടക്കുക. ഇത്രയേ ഉള്ളൂ ബൈയിങ്ങും സെല്ലിങ്ങും തമ്മിൽ ഇത്രയേ ഉള്ളൂ. ബയ്യറിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായിക്കാരം? സെൽ ഓർഡറിലേക്കാരം. അതേപോലെ സെല്ലറിൻ്റെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറിലേക്കാരം. ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ ആലോചിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റണ്ട. ഞാൻ ഈ ഒരു കഥയിലൂടെ സിമ്പിളാക്കി വീണ്ടും അത് പറയുന്നുണ്ട്. സോ നമുക്ക് നേരെ കഥയിലോട്ടേക്ക് കടക്കാം. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. മാർക്കറ്റിൽ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇതാണ്, ഈ ഒരു ലെവലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സോൺ എന്ന് കരുതുക. എങ്ങനെ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സോൺ. ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഈ ഒരു ലൈനിൻ്റെ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇത്ര വരെ പോകാൻ സാധ്യതയുണ്ട്, എന്ന് നിങ്ങൾ കരുതുക. ഈ ലെവൽ വരെ മാർക്കറ്റിൽ പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇവിടം വരെ പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ബൈ ചെയ്യണം. ഒരു ബൈ ഓർഡർ ആണോ പ്ലേസ് ആക്കുക? ഒരു ബൈ ഓർഡർ അല്ല, കോടിക്കണക്കിന് ബൈ ഓർഡർ അവർക്ക് ഈ ഒരു റീജിയണിൽ പ്ലേസ് ആക്കണം. വീണ്ടും ഞാൻ ആ ഫണ്ടമെന്റൽ പറയാണ്, ഒരു കോടി ബൈ പ്ലേസ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു കോടി സെല്ലേഴ്സിനെ അവർക്ക് ആവശ്യമാണ്. ഒരു കോടി ബൈ പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു കോടി സെല്ലേഴ്സിനെ അവർക്ക് ആവശ്യമാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായോ? അതെ, ഒരു കോടി ബൈ ചെയ്യണമെങ്കിൽ ഒരു കോടി സെല്ലേഴ്സിനെ വേണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു കോടി സെല്ലേഴ്സ് അവിടെ ഇല്ലെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് അവർ സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യണ മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു സപ്പോർട്ടായി ആക്ട് ചെയ്യാണ് എന്ന് കരുതുക. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ഇവിടെയും ഒരു സപ്പോർട്ട് എടുക്കുന്നു. മൂന്നാമത്തെ തവണ സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും എന്താ ചെയ്യുക? ഇവിടുന്ന് ബൈ പ്ലേസ് ചെയ്യുന്നു. ഇവിടുന്ന് ബൈ പ്ലേസ് ചെയ്ത പോലെ സ്റ്റോപ്പ് ലോസ് എവിടെ കിടക്കുക? ഇവിടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നു. എവിടെ? TP കിടക്കുക, അതായത് ടേക്ക് പ്രോഫിറ്റ് എവിടെ കിടക്കാം? അതെ, മുകളിൽ കടന്ന 1:2 അല്ലെങ്കിൽ എത്രയാണോ റിസ്ക് വരുന്നത് അവരെ എന്ത് ചെയ്യുന്നു? അവരുടെ TP വെക്കുന്നു. ഇങ്ങനെയാണല്ലോ നമ്മളൊരു ഓർഡർ പ്ലേസ് ആക്കുന്നത്. ഇത്രയും കാലം വരെ ട്രേഡ് ചെയ്യുന്ന ഒരാളോടാണ് ഞാൻ പറയുന്നത്. ട്രേഡ് ചെയ്യാത്ത ആൾക്ക് മനസ്സിലായി എന്ന് വരില്ല. ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഫെയിലാക്കിയാണ് SL അടിക്കാനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഒന്നുപാടെ പറയുന്നു. ഇവിടെ വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു. മൂന്നാമത്തെ സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ബൈ ചെയ്യുമെന്ന് കരുതുന്നു, മുകളിലേക്ക് പോകുമെന്ന് കരുതിങ്ങാണ്ട്. പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചത്? ഇവിടെ നിന്നും കുറച്ച് മുകളിലോട്ടേക്ക് പോകുന്നു. നേരെ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നു. നല്ലോണം നമ്മൾ TPയിലോട്ടേക്ക് അത്രയും വേഗത്തിൽ തന്നെ പോകുന്നു. എന്തുകൊണ്ടേക്കാരം ഇങ്ങനെ നടക്കാനുള്ള കാരണം ഉണ്ടാവുക? ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ വീണ്ടും ബയ്യേഴ്സ് ആക്റ്റീവ് ആവുന്നു. ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നു. എവിടെ? ഇതൊരു ലോ ആണെങ്കിൽ ഈ ലോയിൽ എന്ത് ചെയ്യുന്നു? ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ബയ്യറിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്ത് ഓർഡർ ആയിട്ട് കിടക്കുക?
സെൽ ഓർഡർ ആയിട്ടേക്കാരം കിടക്കുക. അവർക്ക് എന്താണ് വേണ്ടത്? ഒരു കോടി ബൈയിങ് ഈ ലെവലിൽ നിന്ന് പ്ലേസ് ചെയ്യണം. അതിനു വേണ്ടി ഒരു കോടി സെല്ലേഴ്സിനെ കണ്ടുപിടിക്കണം മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത് എന്ത് ചെയ്യുന്നു? അവർ എന്താ ചെയ്യണത്? അതായത് ഈ ഒരു കോടി സെല്ലേഴ്സിനെ ഇവർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് മൂന്നാമത് സപ്പോർട്ട് എടുക്കും കരുതും. കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ എല്ലാ ട്രേഡേഴ്സും അവിടുന്ന് മണ്ട കയറി അവിടുന്ന് ട്രേഡ് എടുക്കും, ബൈ ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. എന്ത് സംഭവിക്കുന്നു? സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നു. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. എന്തിൻ്റെ? അവർക്ക് SL ക്രിയേറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ്. ഇനി ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. ആരാണെന്നല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, എന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നു. ഇത് ബ്രേക്ക് ചെയ്ത പുതിയൊരു ആൾക്കാർ വരുന്നു. ആരാണ്? ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ്. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു? സെല്ല് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ സെല്ല് പ്ലേസ് ചെയ്ത് ഡൗണിലേക്ക് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സെല്ല് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ സെൽ ഓർഡറും അവർക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ കുറേ അധികം ആൾക്കാർ സെല്ല് പ്ലേസ് ആക്കും. ഇവിടുന്ന് എന്ത് കിട്ടുന്നു? അവർക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും കിട്ടുന്നു. ഈ രണ്ട് തരത്തിലും അവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് കരുതിയ ലെവലിൽ സെല്ലേഴ്സിനെ അവിടുന്ന് കിട്ടുന്നു. അത്രയും സെല്ലേഴ്സിനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇനി ബൈ പ്ലേസ് ചെയ്യാലോ. ബൈ പ്ലേസ് ചെയ്യാനല്ലോ സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത മെത്തേഡാണല്ലോ ഈ സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്തവരെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെപ്പിക്കുന്നു. അതേപോലെ സെല്ലേഴ്സ് ബ്രേക്ക് ഔട്ട് ആക്കി എന്ന് ഫേക്ക് ഇട്ടുങ്ങാണ്ട് ഫേക്ക് ഇടിപ്പിച്ച് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിന് അവർ ഫേക്ക് ഇടുന്നു. അത്തേനെ രണ്ട് തരം അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അവർക്ക് ആവശ്യമായ സെല്ലേഴ്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി അവർ ബൈ ചെയ്യും, മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് പോകും. ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ട്രേഡ് എടുക്കണം ആഫ്റ്റർ ഓൺലി ലിക്വിഡിറ്റി എടുത്ത ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ അവിടെ ലിക്വിഡിറ്റി ആയി മാറും. ഇതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സോൺ എന്ന് വിളിക്കാൻ കാരണം. എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സോൺ ഒക്കെ ഞാൻ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ലിക്വിഡിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അത് മാർക്കറ്റിലെ പെൻഡിങ് ഓർഡേഴ്സ് ആണ്. ഈ കഥയിൽ നമ്മുടെ പെൻഡിങ് ഓർഡേഴ്സ് അവിടെ ഇട്ട് വെച്ചല്ലോ. ഇവിടെ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ പെൻഡിങ് ഓർഡേഴ്സ് ഇട്ട് വെച്ചല്ലോ. ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ പെൻഡിങ് ഓർഡേഴ്സ് SL ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൽ ഓർഡർ ആയിക്കോട്ടെ, ഇവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഇട്ട് വെച്ചു. ആ പെൻഡിങ് ഓർഡേഴ്സിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായി ഞാൻ ചോദിക്കട്ടെ, തിയറി ഭാഗം ലിക്വിഡിറ്റി എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായോ? കൃത്യമായി മനസ്സിലായോ? അതെ, ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ തരം ലിക്വിഡിറ്റി ഉണ്ട്, ഇത് എങ്ങനെയാണ് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യണത്? ഈ രണ്ട് തരം പഠിച്ചു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിനെ നമ്മൾ ചെറുതാക്കിയാണ്ട് ഞാൻ നിങ്ങൾക്ക് കയ്യിലേക്ക് വെച്ച് തരും. ഇത്രയേ ഉള്ളൂ ലിക്വിഡിറ്റി എന്ന് പറയുന്ന സംഭവം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റിയിൽ രണ്ട് തരം ലിക്വിഡിറ്റീസ് ആണ് മാർക്കറ്റിൽ മേജർ ആയിട്ടുള്ളത്. ഒന്ന് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതേപോലെ തന്നെ വേറൊന്നാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. രണ്ട് തരം ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഒന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും. എന്താണ് സാറേ ഈ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു തവണ കേട്ടിട്ടല്ല പഠിച്ചത്. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ച് അതിനെ ഫെമിലിയർ ആക്കിയിട്ടാണ് പഠിച്ചത്. ഇതും അതേപോലെ തന്നെ ഞാൻ കൃത്യമാക്കി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നതാണ്. സോ ഡോണ്ട് വറി. ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്താണ് റേഞ്ച് എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണ് ഒരു റേഞ്ച് എന്ന് നോക്കിയാലോ? ഒരു ഹൈ ഫോം, ഒരു ലോ ഫോം ചെയ്തു, ഒരു ഹൈ ഫോം ചെയ്തു, വീണ്ടും ഒരു ഹയർ ലോ ഫോം ചെയ്തു, വീണ്ടും ഒരു ഹയർ ഹൈ ഫോം ചെയ്തു. ഇത് എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ്, അതായത് ഒരു ഹൈ ഫോം ചെയ്തു, ലോ ഫോം ചെയ്തു, ഒരു ഹയർ ലോ ഫോം ചെയ്തു, ഇനി എന്താണ് ഒരു ഹയർ ഹൈ ഫോം ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഹയർ ലോ മുതൽ ഒരു ഹയർ ഹൈ വരെയാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇതിലെ ഈ ഒരു റേഞ്ചിൻ്റെ
ഉള്ളിലുള്ള ലിക്വിഡിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ആ പേരിൽ തന്നെ അർത്ഥമുണ്ട്. ആ റേഞ്ചിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റിയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി? ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയാണല്ലോ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇതിനെയാണല്ലോ നമ്മൾ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഏതിനെയാണ്? ഒരു ഹയർ ലോ മുതൽ ഒരു ഹയർ ഹൈ വരെ. ഇവിടെയാണല്ലോ നമ്മൾ ഒരു റേഞ്ച് എന്ന് പറഞ്ഞത്. ഈ റേഞ്ചിന്റെ ലോയും ഹൈയുമാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇത്രയേ ഉള്ളൂ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാ ലോയും ഹൈയും ഇന്റേണൽ റേഞ്ചും എക്സ്റ്റേണൽ റേഞ്ചും ആണോ? അല്ല. ചില ലോസ് ആൻഡ് ഹൈസ് മാത്രമേ എക്സ്റ്റേണൽ റേഞ്ച് ഉള്ളൂ ഉണ്ടാവുക. അപ്പൊ ഏതൊക്കെ ലോസ് ആൻഡ് ഹൈസ് ആണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെ തരം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ് മാർക്കറ്റിൽ ഉള്ളത് എന്നാണ്. സോ നമുക്ക് അടുത്ത ടോപ്പിക്കായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ് എന്നുള്ളതാണ്.